നമസ്കാരം. വേനൽക്കാലം എത്തിക്കഴിഞ്ഞു. പലതരത്തിലുള്ള ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങളുടെ ഒരു സമയം കൂടിയാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ട്. ഈ ചർമ്മ സംരക്ഷണം എങ്ങനെയാണ് സാധ്യമാക്കുന്നത്, അല്ലെങ്കിൽ വേനൽക്കാലത്തിന് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ചർമ്മം സംരക്ഷിച്ചുകൊണ്ട് നേരിടാം എന്ന് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത്, എപ്പോഴും നമ്മുടെ ഒരു സ്കിന്നിന്റെ ഒരു ഗ്ലോ അല്ലെങ്കിൽ അതിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെയും അല്ലെങ്കിൽ നമ്മൾ ശീലിക്കുന്ന ദിനചര്യയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ സ്കിന്നിന്റെ വെളിയിൽ നിന്നുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസിന്റെയും ഒക്കെ ഫലമായിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, വേനൽക്കാലത്ത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ റീഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഈ ഒരു സമയത്ത് വെള്ളത്തിന്റെ അളവ് പലതരത്തിൽ, നമ്മളിപ്പോൾ ചൂടുമായിട്ട് ബന്ധപ്പെട്ട് വേർക്കാറുണ്ട്, ദാഹിക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കാൻ പല അവസരങ്ങൾ നമുക്ക് ഉണ്ടാവാറില്ല. അത്തരത്തിൽ വെള്ളത്തിന്റെ അളവ് പരമാവധി കുറവായിരിക്കും. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2.5 മുതൽ 3 ലിറ്ററിനകത്ത് വരെ വെള്ളം കുടിക്കാം. ഏതെങ്കിലും രീതിയിൽ അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാണിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് വേണം ഈ വെള്ളം കുടിക്കുന്ന കാര്യം ശ്രദ്ധിക്കാനായിട്ട്. പരമാവധി തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. തിളപ്പിച്ചാറിയ വെള്ളം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നും ഇടാത്ത, ഇപ്പം ഉപ്പും പഞ്ചസാരയോ അല്ലെങ്കിൽ അത്തരത്തിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലാത്ത മറ്റ് പഴച്ചാറുകൾ പോലെയുള്ള നമുക്ക് പാക്കറ്റ്സിൽ കിട്ടുന്ന കണക്കത്തെ ഒന്നും അല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആഹാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അമിതമായിട്ട് മധുരം, എരിവ്, പുളി, ഉപ്പ് ഇത്തരത്തിലുള്ള രസങ്ങൾ പരമാവധി കുറയ്ക്കുക. അതുപോലെ നോൺ വെജിന്റെ ഉപയോഗം, മട്ടൺ, ചിക്കൻ, ബീഫ്, അതുപോലെ തന്നെ മീനിന് നമ്മൾ അധികം പറയുന്നില്ല എങ്കിലും ഒരുപാട് നോൺ വെജ് കഴിക്കുന്നതിനെ പരമാവധി കുറയ്ക്കുക. മധുരത്തിന്റെ അളവാണ് പ്രത്യേകിച്ച് നമ്മൾ കുറയ്ക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കുക. അതുപോലെ എന്തൊക്കെ ഒഴിവാക്കണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കഴിക്കേണ്ടത് എന്തൊക്കെയാണ്? കഴിക്കേണ്ടെന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് വൈറ്റമിൻ സി കൂടുതലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. ഫ്രൂട്ട്സിൽ തന്നെ വൈറ്റമിൻ സി കൂടുതലുള്ള നാരങ്ങ, അതുപോലെ നെല്ലിക്ക, പേരയ്ക്ക, ബെറീസ് തുടങ്ങിയ എല്ലാ വൈറ്റമിൻ സി റിച്ച് ആണ്. അപ്പോൾ ഇതൊക്കെ ധാരാളം കഴിക്കുക. അതുപോലെ നമ്മുടെ ശരീരത്തിൽ 80 മുതൽ 90% വെള്ളത്തിന്റെ ഒരു അംശം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള കുക്കമ്പർ പോലെ, അതുപോലെ തണ്ണിമത്തൻ പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇനി ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും വേർപ്പിന്റെ അളവ് ഒരുപാട് കൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഡിയോഡ്രൻസും അതുപോലെ പെർഫ്യൂംസും ആന്റി പെർസ്പിറൻസും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ദയവ് ചെയ്ത് വിയർപ്പിനെ തടയുന്ന രീതിയിലുള്ള ആന്റി പെർസ്പിറൻസ് നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. നമുക്ക് ഒരു ഡിയോഡ്രന്റ് വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതിന്റെ പുറത്ത് എഴുതിയിരിക്കും ആന്റി പെർസ്പിറന്റ് എന്ന് പറയുന്നത് വിയർപ്പിനെ തടയുന്നത്, അതായത് വിയർപ്പിന്റെ ഗ്രന്ഥികളെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് വഴിവെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് പരമാവധി ദേഹവുമായിട്ട് സ്പർശിക്കുന്ന രീതിയിൽ അധികം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന് പകരം നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന, ഇപ്പം നാരങ്ങയുടെ നീരെടുത്തിട്ട് നമ്മൾ കുളിക്കുന്ന വെള്ളം, ഏറ്റവും അവസാനം നമ്മൾ ദേഹത്തേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൽ ഒരു മഗ് വെള്ളത്തിലോ മറ്റോ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് തലയിലല്ല ദേഹത്തൂടെ നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ വിയർപ്പ് നാറ്റം നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ നാച്ചുറലി ചന്ദനത്തൈലം പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിനെ ഒന്ന് കുളിർപ്പിക്കാനും അതുപോലെ തന്നെ ആ ഒരു ദുർഗന്ധം അകറ്റാനും നമ്മളെ സഹായിക്കുന്നു. കുറഞ്ഞത് ഒരു 2 പ്രാവശ്യമെങ്കിലും ഈ വേനൽക്കാലത്ത് നമ്മൾ ദേഹം കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കൂടുതൽ പെർഫ്യൂംസ് അടങ്ങിയതോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് മണമുള്ളതോ ആയിട്ടുള്ള സോപ്പുകളും ഷാംപൂസും ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ തന്നെ വീട്ടിൽ നാച്ചുറൽ ആയിട്ടുള്ള കടലമാവോ അല്ലെങ്കിൽ പയറുപൊടിയോ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ശരീരവും കെമിക്കൽസുമായിട്ടുള്ള ബന്ധം നമുക്ക് മാക്സിമം ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ പൊടി, അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം കൂടുതലുള്ള ഒരു സമയമാണ് അന്തരീക്ഷത്തിലെ ഈ ഒരു വേനൽക്കാലം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് തിരിച്ചെപ്പോൾ വന്നാലും മുഖം നന്നായി കഴുകുക. അതും മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പയറുപൊടി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ മുഖം കഴുകുക. പക്ഷെ പലതവണ മുഖം കഴുകാൻ പറയുമ്പോഴും ഒന്നിലധികം തവണ അല്ലെങ്കിൽ മാക്സിമം 2 തവണ, രാവിലെ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രാത്രിയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വന്നൊരു പ്രാവശ്യം, ആ രീതിയിൽ 2 തവണ നമുക്ക് സോപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴുകാം. ബാക്കിയുള്ള സമയത്ത് ശുദ്ധമായ വെള്ളം കൊണ്ട് മാത്രം മുഖം കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ
ഈ വേനൽക്കാലത്ത് നമ്മൾ ഒരുപാട് കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നതിനെ പരമാവധി കുറയ്ക്കുക. ഇപ്പോൾ ക്രീം രൂപത്തിലുള്ള കാര്യങ്ങളും അതുപോലെ ഇപ്പം സ്ത്രീകളാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഓഫീസിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ മേക്കപ്സ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് വിയർക്കാനുള്ള സാധ്യതയുണ്ട്, ഓയിൽ സെക്രേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്രീമി ബേസ് ഉള്ള മേക്കപ്പും ക്രീം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ലോഷൻ പോലെയുള്ള കാര്യങ്ങൾ, ജെൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു മേക്കപ്പ് വൃത്തികേടാവാതിരിക്കാനും അതുപോലെ അതിൽ നിന്ന് നമുക്ക് പിമ്പിൾസ് വരാതിരിക്കാനും ഒക്കെയുള്ള ഒരു ചാൻസ് നമുക്ക് ഒരുപാട് തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ ഈ വേനൽക്കാലമാണെങ്കിലും നമുക്ക് മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സ്കിന്നിന് ചേരുന്ന രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസർ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇനി വസ്ത്രധാരണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു സമയമാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചൂടിനെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാതിരിക്കുന്നത് ലൈറ്റ് കളേഴ്സ് ആണ്. ഇപ്പം കടും നിറങ്ങൾ പരമാവധി നമ്മൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കുക. ലൈറ്റ് പിങ്കോ അല്ലെങ്കിൽ ലൈറ്റ് ഓറഞ്ച്, പീച്ച്, ഓഫ് വൈറ്റ്, ലൈറ്റ് മഞ്ഞ തുടങ്ങിയ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. കറുത്ത കളറ് പരമാവധി നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് ഉപയോഗിക്കാതിരിക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളാണ് ഈ വേനൽക്കാലത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈറ്റ് അല്ലാത്ത കോട്ടൺ ഡ്രസ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വിയർപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ബോഡിയുടെ എയറേഷൻ, ഫംഗൽ ഇൻഫെക്ഷൻസ് പോലെയുള്ള കാര്യങ്ങളെ നമുക്ക് തടയാനായിട്ട് ഈ ഒരു സമയത്ത് നന്നായി സാധിക്കും. അപ്പോൾ നമ്മുടെ ഡയറ്റും അതുപോലെ തന്നെ നമ്മുടെ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്ന രീതിയും നമ്മുടെ ഭക്ഷണശീലങ്ങളും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വേനൽക്കാലത്തിനെ വളരെ നല്ല രീതിയിൽ തന്നെ നേരിടാൻ പറ്റും. വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് ഈ വേനൽക്കാലത്ത് വളരെ ഹെൽത്തി ആയിട്ടിരിക്കുക.